പ്രബന്ധം ഞങ്ങൾ പഠിച്ചു, പരിശോധിച്ചു, വായിച്ചു നോക്കി. വെറുതെ എന്തെങ്കിലും പറയല്ല, പഠിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇതൊരു പ്രബോധന വിഷയമാക്കി കൊണ്ട് നടക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഞാനിതൊരു പ്രബോധന വിഷയമാക്കൂല. എതിരാളികൾ ഉന്നയിക്കുമ്പോൾ മറുപടി പറയല്ലാതെ ഞാനിതൊരു പ്രബോധനമായിട്ട് നടക്കുന്നില്ല. അതെ, നേരത്തെ വാക്ക് തന്നതാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. ഞാൻ ഉറച്ചു നിൽക്കും എന്നും പറഞ്ഞു. അങ്ങനെ ചായയും മറ്റൊക്കെ കുടിച്ച് വർത്താനം പറഞ്ഞ് ആ കൂട്ടത്തിൽ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചപ്പോൾ AP പറഞ്ഞു, ഇപ്പം എന്താ ഞങ്ങളോട് വാദപ്രതിവാദം നടത്താൻ വന്നിക്കുക? ഞങ്ങൾ 4 ആളുണ്ട്, നീ ഒറ്റക്കാണ്. അപ്പം ഞാൻ പിന്നൊന്നും സംസാരിച്ചില്ല. കാരണം അതൊരു അദബുകേടായിട്ട് അവർക്ക് തോന്നും എന്ന നിലക്ക്. പിന്നെ പിണങ്ങിപ്പോരരുത് എന്ന് പലരും ഉപദേശിച്ചത് കൊണ്ട് ഞാൻ തർക്കിക്കാൻ നിന്നില്ല. അതിനിടയ്ക്ക് TP പറഞ്ഞു, സക്കരിയാൻ്റെ പ്രബന്ധത്തിൽ ഒരു വിഷയം, ഇന്ന കൗമിത്തഖദു ആദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഈ ജനത ഖുർആനിനെ ഒഴിച്ചിടപ്പെട്ടതാക്കിയല്ലോ എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അല്ലാമ ഇബ്നുൽ ഖയ്യിം 5ാമതായി നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. ഖുർആനെ കൈയൊഴിക്കുക എന്ന് പറയുന്നതിൽ ഖുർആൻ കൊണ്ട് ശിഫ തേടുന്നതിനെ ഒഴിവാക്കുക, അതാണ് 5ാമതായിട്ട് ഹജ്റുൽ ഖുർആൻ, ഖുർആൻ്റെ ബഹിഷ്കരിക്കുന്നതിൻ്റെ ഇനങ്ങളിൽ 5ാമത്തെ ഇനം. സക്കരിയ 5ാമത്തെ ഇനമാണല്ലോ എടുത്തെഴുതിയത്. 1ഉം 2ഉം ഖുർആൻ പഠിപ്പിക്കുക, ഖുർആൻ്റെ ഹിദായത്ത് ജനങ്ങൾക്ക് എത്തിക്കുക, അതൊന്നും എഴുതിയില്ലല്ലോ. ഞാൻ പറഞ്ഞു, അത് നമ്മളെ പ്രബന്ധ വിഷയമല്ലല്ലോ. അല്ല, ഞാൻ സക്കരിയോട് തർക്കിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ആ 1ഉം 2ഉം ഒക്കെയാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതുമാത്രമാണ് വിഷയസംബന്ധമായ ഒരു ചർച്ച അവിടെ നടന്നിട്ടുള്ളത്. ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രബന്ധത്തിൽ അങ്ങനെ തെറ്റുണ്ട്, ഇങ്ങനെ തെറ്റുണ്ട്, മുഅ്ജിസത്തിനെ നിഷേധിച്ചിരിക്കുന്നു, മറ്റൊന്ന് നിഷേധിച്ചിരിക്കുന്നു എന്നൊക്കെ ഈ മൂവർ സംഘം ഇപ്പോൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എങ്കിൽ അത് ഇവരല്ല പറയേണ്ടത്, പ്രബന്ധം പരിശോധിച്ച ജൂറിയാണ് പറയേണ്ടത്. അവർ പറഞ്ഞിട്ടില്ല, അവരെന്നോട് അതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറായിരുന്നു. മാത്രമല്ല, എൻ്റെ പ്രബന്ധം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഒരവസാന വാക്ക് എന്ന നിലക്കല്ല, ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതുമായ സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ എനിക്ക് സ്വന്തമായി ഇതിൽ ഗവേഷണം നടത്താൻ കഴിവുള്ള ആളൊന്നുമല്ല. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതിൽ തെറ്റുണ്ടെങ്കിൽ ജമിയത്തുൽ ഉലമ ചൂണ്ടിക്കാണിക്കണമെന്നും കൂടിയിരുന്ന് ചർച്ച ചെയ്യണമെന്നും ഒക്കെ പ്രബന്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, തെറ്റൊന്നും പറഞ്ഞിട്ടില്ല, പ്രബോധന വിഷയമാക്കരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേ സമയത്ത് ഇവർ കൊടുത്ത പ്രബന്ധം, ഈ അനസ് മൗലവിയും കൂട്ടരും കൊടുത്ത പ്രബന്ധം, അത് 1ാമതൊരു മലയാള പേജ്, തൊട്ട് തന്നെ ഒരു അറബി ഗ്രന്ഥമാണ് പ്രബന്ധമായി കൊടുത്തിട്ടുള്ളത്. അതിൽ ഇന്നിപ്പോൾ നമ്മുടെ ആളുകൾക്കിടയിൽ വലിയ ചർച്ചകളുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അനസ് മൗലവി പറയുന്നുണ്ട്, ലോകത്തുള്ള മുഴുവൻ കാര്യവും അതിലുണ്ട്. അതൊരു മുൻകൂർ ജാമ്യ. കാരണം ഇതിൽ കൊടുത്തിട്ടുള്ള പല പുസ്തകങ്ങളിലും ഇപ്പോൾ ചുടുവെള്ളം ഒഴിക്കൽ സുബൈർ ഡോക്ടർ പേരിൽ വല്ലാതെ പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ ജിന്ന് ശൈത്താന്മാർ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഇതിൽ പറയുന്നുണ്ട്, അസിൻഫുർ റാബിഅ, 4ാമത്തെ ഇനം, അശയാത്തീനുല്ലദീന യതസല്ലത്തൂന അലൽ മുസ്ലിമീന മുന്തഖിമീന മിൻഹും ബിദഅവ മുആദാത്തിൽ മുസ്ലിമീൻ ലഹും, മുസ്ലിമീങ്ങളുടെ മേൽ പ്രതികാരമെടുത്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ട് പ്രതികാരം ചെയ്യുകയാണ് എന്ന നിലക്ക് ഉപദ്രവിക്കുന്ന, ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന ശൈത്താന്മാരുണ്ട്. വഖദ് യകൂൻ മുസ്ലിം ആദാ മുതഅമ്മിദൻ, ചിലപ്പോൾ ഒരു മുസ്ലിം ആ ജിന്നിനെ കരുതി കൂട്ടി ഉപദ്രവിച്ചിട്ടുണ്ടാകാം. കല്ലദീ യഅലമു അന്ന ജിന്നൻ യസ്കുനൂന ഫീ മകാനിൻ മാ, ഒരു സ്ഥലത്ത് ഒരു ജിന്ന് താമസിക്കുന്നു എന്ന് കരുതുക. ബിമാ യുദീഹിം ഫീ ദാലിക്കൽ മകാൻ ഫയർമി, അപ്പോൾ അവിടേക്ക് ഒരു സാധനം വലിച്ചെറിയാണ്, അത് ആ ജിന്നിന് കൊള്ളുന്നു. കൽ മായിൽ ഹാരി, ചൂടുവെള്ളം ഒഴിക്കുക. നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് ജിന്നുണ്ടോയെന്ന് അറിയില്ലോ, നമ്മളങ്ങ് ഒഴിക്കും. വഗൈരി ദാലിക, അത് അനസ് മൗലവിൻ്റെ പ്രബന്ധാട്ടോ, അല്ലോണം മനസ്സിലാക്കണം. അനസ് മൗലവി ജമിയത്തുൽ ഉലമ കൊടുത്ത പ്രബന്ധ. വഹാദ ലാ യജൂസ്, ഇത് പാടില്ല. അപ്പോൾ ബിസ്മി അല്ലാതെ വെള്ളം ഒഴിക്കരുത്. വഖദ് യകൂനു അദാഹും ബിഗൈരി ഖസ്തിൻ, ചിലപ്പോൾ മനഃപൂർവ്വമല്ലാതെയും ഉപദ്രവിച്ചെന്ന് വരാം. വഖദ് ലാ യകൂനു അദാഹും വലാകിൻ യതജറഉന അലാ മുആദാത്തിൽ അബ്രിയാ. കണ്ടോ, അപ്പോൾ ആ ഉപദ്രവിച്ചതിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ നിരപരാധികളെ ഉപദ്രവിക്കുക എന്ന നിലയ്ക്ക്. നമ്മുടെ നാട്ടിലുള്ള പോക്കിരിമാർ വെറുതെ ആളുകളെ എന്താണ് അങ്ങോട്ടുകളാ വെറുതെ തള്ളുമല്ലോ ഗുണ്ടകൾ, അങ്ങനെയും ആവാം. ഇതൊക്കെ അതിൽ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ 5ാമത്തെ വിഭാഗം, അൽ മുതസല്ലിത്തൂന അലൽ മുസ്ലിമി ബിസബബിൽ ഇഷ്കി, മുസ്ലിമീങ്ങളോട് പ്രേമം തോന്നിയിട്ട്, അതായത് പെണ്ണായ മനുഷ്യനോട് ആൺ ജിന്നിന് പ്രേമം തോന്നുക, അല്ലെങ്കിൽ ആൺ മുസ്ലിമിനോട് പെൺ ജിന്നിന് പ്രേമം തോന്നുക, അങ്ങനെയും ശരീരത്തിൽ കയറിക്കൂടാം. വഹുബിൽ ഫുജൂർ, തമ്മാടിത്തം ഇഷ്ടപ്പെട്ടുകൊണ്ട്, വറദായിൽ, അതുപോലെ തന്നെ വൃത്തികേടുകളും,
വമിൻ ഹാദ സിൻഫി ദുകൂറുൽ ജിന്നി വഇനാസുഹും അൽ മുതാലിബീന ബിസ്സിവാജി മിനൽ ഇൻസി. ഈ കൂട്ടത്തിൽപ്പെട്ടതാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട പുരുഷന്മാരോടും സ്ത്രീകളോടും ഇൻസിൽ മനുഷ്യരോട് സിവാജിന് കല്യാണത്തിന് ആവശ്യപ്പെടുന്ന ജിന്നുകൾ. അനസ് മൗലവിൻ്റെ പ്രബന്ധം ഞാൻ വായിക്കുന്നത്, എൻ്റെ പ്രബന്ധമല്ല. ഇനി കേട്ടോളി, ജിന്നും മനുഷ്യനും എങ്ങനെ സഹകരിക്കുക എന്നാണ് ഇപ്പോൾ മൂപ്പര് വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന ആയത്തോതിയിട്ട് സാലിം ഖാൻ്റെ പേരിൽ ശിർക്ക് ആരോപിക്കുമ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ സാലിം ഖാ അത് പറഞ്ഞത് മുഖ്ബിലുൽ വാദഈ എന്ന് പറയുന്ന പണ്ഡിതൻ്റെ അഭിപ്രായം എടുത്തു കൊടുത്തതാണ്. ആ മുഖ്ബിലുൽ വാദഈൻ്റെ ഒരു പുസ്തകം തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് ഈ പ്രബന്ധത്തിൻ്റെ കൂടെ. സിഹറിൻ്റെ ഹദീസുകളെ എതിർക്കുന്നവർക്കുള്ള മറുപടി റഷീദ് റിളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും അതുപോലെ മുഹമ്മദ് അബ്ദുലും സലഫികളെ അല്ല എന്ന് സ്ഥാപിക്കുന്ന പുസ്തകം അനസ് മൗലവി ജമിയത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവർ ആശിതങ്ങാനും ഞാനാ കൊടുത്തെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകില്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം പറഞ്ഞ് ഞങ്ങൾ റെഫറൻസിന് കൊടുത്താന്ന്. ശരി, സക്കരിയ സലാഹി റെഫറൻസിന് കൊടുത്താ കണ്ടോ, തന്ന ബുക്ക് കണ്ടോ, സർവ്വ ഖുറാഫത്തുള്ള ബുക്കാ, ഇതും പേടിയവൻ നടക്കുന്നത് എന്നായിരിക്കും എൻ്റെ പേരിലുള്ള ആക്ഷേപം. ഇവർ മൂവർ സംഘം കൊടുത്തതായതുകൊണ്ട് ഇപ്പം അത് ആക്ഷേപമല്ല. എന്നിട്ട് അതിന് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയാ ഞങ്ങൾ കൊടുത്ത പ്രബന്ധത്തിൽ ദുനിയാവിലുള്ള എല്ലാ കാര്യമുണ്ട് എന്ന് ഒരു മുഴം മുന്നോട്ടെറിയാണ്. അനസ് മുസ്ലിയാരെ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. കേട്ടോളിങ്ങള്, തആവുനു കുല്ലി നൗഇൻ മിനൽ ജിന്നി മഅമൻ യുനാസിബു മിനൽ ഇൻസി ളിദ്ദൽ മുസ്ലിമീൻ. ജിന്നുകളിൽപ്പെട്ട എല്ലാ ഇനങ്ങളും അവരോട് യോജിപ്പുള്ള മനുഷ്യന്മാരോട് സഹകരിക്കും. ളിദ്ദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കറിയും. അപ്പം ജിന്നുകളിൽപ്പെട്ട പോക്കിരികൾ ജിന്നുകളിൽപ്പെട്ട മനുഷ്യന്മാരോട് സഹകരിക്കും പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ. അപ്പം എങ്ങനെ തആവുനു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം. പിന്നെ കേട്ടോളൂ, ഫവാരിഖു ബൈന മാ യഫ്അലുഹു ശയാത്തീനുൽ ജിന്നി ബിൽ ഇൻസി വഹും അലാ അസ്ലി ഖിൽഖതിഹിം വമാ യഫ്അലൂനഹു ബിഹിം ഹീനമാ യതശക്കലൂന. ജിന്ന് അതിൻ്റെ യഥാർത്ഥ കോലത്തിൽ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതും കോലം മാറിയിട്ട് ഇപ്പോൾ പട്ടിൻ്റെ രൂപത്തിലോ പാമ്പിൻ്റെ രൂപത്തിലോ ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതും അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് പറയാണ്, അൽ ജിന്നു ലാ യഖദിറൂന അല ദുഖൂലി ഫീ ബദനിൽ ഇൻസി വൽ വസ്വസി ലഹും ഇല്ലാ ഇദാ തശക്കലു വസാറു കരീഹി. ജിന്നിനൊരിക്കലും തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല അവർ കാറ്റിൻ്റെ രൂപത്തിലായാലല്ലാതെ. അമ്മാ ഇദാ ലം യതശക്കലു ഫലാ യഖദിറു അല ദുഖൂലി ഫീഹിം. അപ്പോൾ കാറ്റിൻ്റെ രൂപത്തിലേക്ക് കോലം മാറും, എന്നിട്ട് ശരീരത്തിൽ പ്രവേശിക്കും. വൈദൻ ഇദാ തശക്കലൽ ജിന്നു ബി സൂറത്തിൽ ഇൻസി ഖദറു വലാ ദർബിൽ ഇൻസി. ചിലപ്പോൾ ജിന്ന് മനുഷ്യൻ്റെ രൂപം പ്രാപിക്കും, എന്നിട്ട് മനുഷ്യനെ വന്ന് അടിക്കും. വഖത്ലിഹിം, അവരെ കൊല്ലും. വഹംലിഹിം, അവരെടുത്തുകൊണ്ട് പോകും. വഗൈരി ദാലിക, അതല്ലാത്തതും. ബിഇദ്നില്ല, ഇതെല്ലാം അള്ളാഹ് അവർക്ക് കൊടുത്തിട്ടുള്ള പ്രകൃതി അനുസരിച്ചാണ്. വൈദൻ ഇദാ തശക്കലു ബി സൂറൽ ഉഖ്റ, മറ്റു രൂപങ്ങളിൽ അവർ രൂപം മാറിയാൽ, കോലം മാറിയാൽ, കൽ ഹയവാനാത്തി വത്തുയൂർ, പക്ഷികളുടെ രൂപത്തിൽ, മറ്റ് ജീവികളുടെ രൂപത്തിലായാൽ വഗൈരി ദാലിക ഖദറു വലാ മുആദാത്തിൽ ഇൻസി, അപ്പോഴും അവർക്ക് മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെ അങ്ങോട്ട് വായിക്കുകയാണെങ്കിൽ 4 മണിക്കൂർ പ്രസംഗിക്കാനുള്ള ഇതിലുണ്ട്. അള്ളാഹുവായി നടിച്ചുകൊണ്ട് മുമ്പിൽ വരും, സാലിഹ്യങ്ങളെ രൂപം സ്വീകരിച്ചുകൊണ്ട് മുമ്പിൽ വരും, ഞാൻ റസൂലാണെന്ന് പറഞ്ഞു വരും. അതുപോലെ തന്നെ സിഹർ ബാധിക്കുന്നത് മസഹൂറിലേക്ക്, സിഹർ ആർക്കാണോ ചെയ്യുന്നത് അവനിലേക്ക് ജിന്നിനെ അയക്കുന്നത് കൊണ്ടാണ്. പാമ്പിൻ്റെ രൂപത്തിൽ വരും, കറുത്ത പട്ടിയുടെ രൂപത്തിൽ വരും, കറുത്ത പൂച്ചയുടെ രൂപത്തിൽ വരും. ഇതൊക്കെ വസ്വാസല്ലാത്ത ഉപദ്രവങ്ങൾക്ക് ഉദാഹരണമായി കൊടുത്തതാണ്. മനുഷ്യനെ അടിക്കും, തീ കൊണ്ട് കരിക്കാൻ നോക്കും, മനുഷ്യൻ്റെ ധനം കട്ടുകൊണ്ടുപോയി കൊടുക്കും, ചിലപ്പോൾ മനുഷ്യരെ താങ്ങിക്കൊണ്ട് വായുവിലൂടെ പറക്കും. കണ്ടോ, അതുപോലെ ജിന്ന് മനുഷ്യനെ മറിച്ചു വിടുന്നത് എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ജിന്നിൻ്റെ മേൽ മൂത്രമൊഴിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജിന്നിനെ ചുടുവെള്ളം ഒഴിച്ചത് കൊണ്ടാണ്. അതുപോലെ എന്തെങ്കിലും സാധനം പുറത്തേക്കെറിയുമ്പോൾ ജിന്നിന് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ പ്രതികാരം ചെയ്യും. ഇതൊക്കെ ഇവരെ പ്രബന്ധത്തിലുള്ളതിൻ്റെ ഒരു സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ആ പ്രബന്ധത്തിലുണ്ട്. അപ്പോൾ മുന്തിയ പ്രബന്ധാണെന്നും പറഞ്ഞിട്ട് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇപ്പം ഇന്നലെ ഞാൻ മംഗലാപുരത്ത് പ്രസംഗിച്ചിട്ട് ജിന്ന് പാമ്പിൻ്റെ രൂപത്തിൽ വന്നിട്ട് മനുഷ്യനെ കൊല്ലും, അങ്ങനെ ഒരു സഹാബിയെ കൊന്നത് ഇവരെ പ്രബന്ധത്തിലുണ്ട് പറഞ്ഞപ്പോൾ ആ പേജൊന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ എനിക്ക് ഫോൺ ചെയ്തിരുന്നു. ആ പ്രബന്ധത്തിൻ്റെ മുഴുവൻ 300 പേജും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ മുഖ്യശത്രുവിൻ്റെ പുസ്തകം അങ്ങനെ കൊടുത്തിരിക്കുന്നു അവരുടെ പ്രബന്ധത്തിൻ്റെ ഭാഗമായിട്ട്. അതെങ്ങനെ ഞാൻ കൊടുത്താണെങ്കിലോ എന്തായിരിക്കും? ഇപ്പോൾ എൻ്റെ കുറ്റപത്രത്തിൽ തന്നെ ഉണ്ട് പ്രേതബാധ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അത് ഉസ്മാൻ ഡോക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വല്ലിപ്പാൻ്റെ സ്വരത്തിൽ പേരക്കുട്ടി സംസാരിക്കുക, അതെങ്ങനെയാ? വല്ലിപ്പയിൽ നിന്ന് വേർപെട്ട ശൈത്താൻ കരീൻ ഈ കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതായിരിക്കാം എന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് നിഗമനം നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി ശബാബിൽ ചോദ്യം വന്നപ്പോൾ ഡോക്ടറുടെ ആ നിഗമനം തള്ളിക്കളയാവുന്നതല്ല എന്ന് ശബാബിൽ മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയുന്നത് അതൊക്കെ എൻ്റെ കുറ്റപത്രത്തിലുണ്ട്. ഞാൻ ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോവുകയാണ്. എന്നാൽ ഇവർ കൊടുത്തതോ
ഡോക്ടർ ഉസ്മാൻ സാഹിബിൻ്റെ പുസ്തകം അങ്ങനെ തന്നെ കോപ്പി എടുത്തിട്ട് അവരുടെ പ്രബന്ധത്തിൻ്റെ ഭാഗമായി കൊടുത്തിട്ടുണ്ട്. അവരും പറഞ്ഞിട്ടുള്ള എന്താ, ഗുണകാംക്ഷയോടെയുള്ള ചർച്ച നടക്കണം എന്ന് തന്നെയാണ്. പക്ഷേ പിന്നീട് എന്തായെന്ന് വെച്ചാൽ സക്കരിയ സലാഹിയുടെ പ്രബന്ധത്തിന് ഖണ്ഡനമാണ് ഹനീഫ് കായക്കുടി മനസ്സും കൊടുത്ത പ്രബന്ധം എന്ന കള്ളപ്രചരണം നടത്തിയപ്പോൾ കൂട്ടത്തിൽ പ്രബന്ധം കൊടുത്ത ശംസുദ്ദീൻ പാലത്ത് തന്നെ പറഞ്ഞു അത് ശരിയല്ല, രണ്ട് പ്രബന്ധത്തിലും സഹകരിച്ച ആളാണ് ഞാൻ, ഒരിക്കലും തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം സഹായിച്ചതുപോലെ ഇവരെയും പ്രബന്ധത്തിന് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഞാനിതൊക്കെ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ നടപടിക്രമങ്ങളൊക്കെ സംഘടന എടുത്തത് എനിക്കെതിരിലുള്ള കുറ്റപത്രമായി എങ്ങനെ വരും? 2012 അനസ് തൗബ ചെയ്തത്, അപ്പോൾ അദ്ദേഹത്തിനും ബാധകമല്ലേ ഈ നടപടിക്രമങ്ങളും അതുപോലെ തന്നെ സംഘടന എടുത്ത നീക്കങ്ങളൊക്കെ? ഞങ്ങളെല്ലാവരും ഒരേ രൂപത്തിൽ പ്രസംഗിച്ച് നടന്ന എനിക്ക് മാത്രം ഈ നടപടിക്രമങ്ങളൊക്കെ കുറ്റപത്രമായി വരുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, അങ്ങനെ ഒന്നിലധികം തവണ ചർച്ച നടത്തി. 11ാമത്തേത്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 29/6/2012 ജൂറി കൈക്കൊണ്ട തീരുമാനം 29/6/2010 ചേർന്ന KJU-യും പ്രബന്ധകർത്താക്കളും എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ചു. KJU തീരുമാനം എന്ന് പറഞ്ഞിട്ടൊരു പേജ് നിങ്ങൾക്കൊക്കെ അയച്ചു കിട്ടിയെന്നല്ലോ. ആ തീരുമാനം ഈ പറഞ്ഞ പോലെ എഴുതിക്കൊണ്ടെന്ന് വായിക്കുക ചെയ്ത് ആരും എതിർത്തില്ല. അപ്പം ഞാൻ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ തീരുമാനം കൊണ്ടൊന്നും ഇന്നത്തെ പ്രശ്നം പരിഹരിക്കൂല. റുഖിയ ശർഇയ്യ ചെയ്യാൻ പാടുണ്ടോ, അത് ചെയ്താൽ മുസ്ലിം ഇസ്ലാമെന്ന് പുറത്തു പോകുമോ, സലഫിയത്ത് പുറത്തു പോകുക, അതിനെപ്പറ്റിയൊന്നൊരു തീരുമാനം ഇതിൽ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹരമല്ല. സക്കരിയ അവിടെ ഇരിക്ക്. ഞാൻ പറഞ്ഞു, ഹദീസ് നിഷേധികളെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതിൽ. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ തീരുമാനത്തിൽ ഒന്നുമില്ലല്ലോ. അപ്പോൾ TP ആണ്, അതൊക്കെ നമ്മൾ ഒരുമിച്ച് ഈ ഒരു തീരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോയാൽ അതൊക്കെ നീങ്ങിപ്പോയിക്കോളും, സക്കരിയ അവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ തീരുമാനത്തെ അന്ന് ഞാൻ മാത്രമാണ് എതിർത്ത് സംസാരിച്ചത്. പിന്നെ PN സംസാരിച്ചു, ഇങ്ങനെ ആയിരുന്നില്ല വേണ്ടിയിരുന്നത്, ഈ തീരുമാനത്തിൻ്റെ രീതി ശരിയായില്ല, നമ്മളെല്ലാ തലത്തിലുള്ള പണ്ഡിതന്മാരുമായും ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് PN-ഉം എതിർത്ത് സംസാരിച്ചു. അപ്പോൾ ഏകകണ്ഠമായി അംഗീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആരും അതിനൊരു എതിർപ്പും പറഞ്ഞിട്ടില്ല നിങ്ങൾ വിചാരിക്കേണ്ട. എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എതിർപ്പ് പരിഗണിച്ചില്ല, അതൊന്നും സാരല്ല എന്ന് പറഞ്ഞിട്ട് വിടുക ചെയ്തു. ജമിയത്തിൻ്റെ തീരുമാനം നിങ്ങൾ നോക്കൂ. ജമിയത്തിൻ്റെ തീരുമാനത്തിൽ ഈ സംബന്ധമായ ഹദീസുകളെ നിഷേധിക്കുന്നവരെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ജമിയത്തിൻ്റെ പേരിലിറക്കിയ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ ആ തീരുമാനം എടുത്തു കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് മദനിയുടെ വകയായിട്ട് ജമിയത്തിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് ആ സർക്കുലർ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നു, മനുഷ്യരെ ശിർക്ക്, കുഫ്ർ, ബിദ്അത്ത്, മഅസിയത്ത് പോലെയുള്ളവയിലേക്ക് ക്ഷണിച്ച് വഴികേടിലാക്കി നരകത്തിലേക്ക് നയിക്കുക എന്നതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അതിനുള്ള തന്ത്രങ്ങൾ അവൻ ആവിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ട് സംഘടനാപരം എന്ന് പറഞ്ഞിടത്തോ ഇത് നമ്മളെന്ത് പ്രബോധന വിഷയമാക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശിർക്കിലേക്കും കുഫ്റിലേക്കും മഅസിയത്തിലേക്കും നയിക്കുന്ന ശൈത്താനെ പറ്റി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, പ്രബോധന വിഷയം ആക്കണ്ടേ? അപ്പം അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളും യഥാർത്ഥത്തിൽ ഇതിലുണ്ട്. അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടാനെന്ന പേരിൽ ഉറുക്ക്, മന്ത്രം, ഏലസ്, നൂല്, ഹോമം ഇത്യാദി ചികിത്സാ രീതികളെ ഇസ്ലാം നിരോധിക്കുന്നു. അപ്പോൾ ഉറുക്കിൻ്റെയും ഏലസിൻ്റെയും കൂട്ടത്തിലാണ് മന്ത്രം ഉൾപ്പെടുത്തിയത്. മന്ത്രം ഇസ്ലാം അനുവദിച്ച ശർഇയായ മന്ത്രങ്ങളില്ലേ, ഈ പുസ്തകത്തിൻ്റെ പേര് റുഖിയ ശർഇയ്യ, ശർഇയായ മന്ത്രങ്ങൾ എന്നാണ്. അപ്പം മന്ത്രത്തെ എതിർക്കുകയാണ് ഇത് ചെയ്യുന്നത്. മാത്രമല്ല രോഗശമനത്തിന് മരുന്നുപയോഗിച്ച് ചികിത്സിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം മന്ത്രം നടത്താനും പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞോ? പറഞ്ഞില്ല. ഇനി നോക്കൂ, രോഗികളെ രക്ഷിക്കാനായി നടത്തുന്ന നൂലുകൾ ബന്ധിക്കുക, മന്ത്രിക്കുക, അടിച്ചിറക്കുക. അപ്പോൾ അടിച്ചിറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് പറഞ്ഞത്? മന്ത്രിക്കുക. ഈ ജിന്നുകളോട് സംസാരിച്ചവർ പറഞ്ഞത് വിശ്വസിച്ച് നിർദ്ദേശം നൽകിയപ്പോൾ ചികിത്സാ രീതികൾക്ക് ഖുർആനിലോ സുന്നത്തിലോ തെളിവുകൾ കാണാൻ കഴിയില്ല. അപ്പോൾ മന്ത്രത്തിന് തെളിവില്ല എന്ന് 2 സ്ഥലത്ത് മന്ത്രത്തെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ജമിയത്തിൻ്റെ തീരുമാനമെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ചു കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ ഇതൊക്കെ പാടെ പറയുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് സംസാരിക്കാൻ വേണ്ടി വരും. സമയമില്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാകാണ്. അതിനിടയ്ക്ക് നമ്മളെ സുബൈർ ഡോക്ടറെ വിളിച്ച ക്ലിപ്പ് നേരത്തെ കാണിക്കാൻ വിട്ടുപോയത്, ഞാൻ ഇഫ്ലുർ റഹ്മാൻ്റെ അടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരം ഏതോ മന്ത്രവാദിൻ്റെ അടുത്ത് അയച്ചു എന്നാണ്. ഇഫ്ലുർ റഹ്മാൻ KNM-ൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മടവൂരികൾക്കെതിരിലും സുബൈർ മങ്കടയുടെ സംഘടന പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ നെറ്റിൽ ലേഖനം എഴുതിയിട്ടാണ് ഞാൻ അദ്ദേഹത്തെ അറിയുന്നത്. ഇങ്ങനെ ഒരാൾ ലേഖനം എഴുതുന്നുണ്ട്, ഇവർക്കെതിരിൽ ഉത്തരം മുട്ടിപ്പോകുന്നുണ്ട് എതിരാളികൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനമൊക്കെ, ഞാൻ നെറ്റ് നോക്കുന്ന ആളല്ല, ചില ആളുകൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നതാണ്. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് തന്നെ. അദ്ദേഹം തൗഹീദുള്ള ആളാണ്, ശിർക്കിലേക്ക് പോയിട്ടില്ല, അദ്ദേഹത്തിനടുത്ത് ഖുറാഫാത്തുകളൊന്നുമില്ല, അദ്ദേഹം റുഖിയ ഒരു കച്ചവടമാക്കിയ ആളല്ല. മൊത്തത്തിൽ ഖുർആൻ ചികിത്സ എന്ന പേരിൽ സൗദി അറേബ്യയിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, പണ്ഡിതന്മാരൊക്കെ നടത്തുന്ന ചികിത്സ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് എന്നാണ് മൊത്തത്തിൽ അതിനെക്കുറിച്ചുള്ള അറിവ്.
അതനുസരിച്ച് ഞാൻ പറഞ്ഞത്. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറഞ്ഞത്, അയാൾ എങ്ങനെ ചികിത്സിക്കണമെന്ന് അറിയില്ല. അങ്ങനെ അറിയാത്ത ഒരാളെടുത്ത് അയക്കാൻ പാടുണ്ടോ എന്നാ ചോദിക്കുന്നത്. ചികിത്സയുടെ വിശദാംശം എനിക്കറിയില്ലെങ്കിലും ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാണ്, സലഫി പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ചികിത്സയാണ്. വിശദാംശങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നത് ശരിയാണ്. ഞാൻ ആ വിഷയം പഠിക്കാത്ത ആളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ എനിക്ക് ഇതിൻ്റെ ചികിത്സ എന്ന് അറിഞ്ഞൂടാ, സൗദി അറേബ്യയിലും മറ്റൊക്കെ ചികിത്സ ഉണ്ട്, നമ്മളവിടെ ഒരു ചികിത്സൻ്റെ ഹുറാഫാത്താണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരാളുണ്ട്, നമ്മളെ കേന്ദ്രമിൻ്റെ ആൾ തന്നെയാണ്, അയാളുമായിട്ട് നമ്മളെ പണ്ഡിതന്മാർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യം ഞാൻ എ പിയോട് പറഞ്ഞു. എന്നിട്ട് എ പിയോട് ഞാൻ ചോദിച്ചു, അല്ല സർ, ഇങ്ങനെയുള്ളൊരു കുട്ടിയെ നൂലും മന്ത്രവും വലിച്ചെറിഞ്ഞ് തൗഹീദിലേക്ക് വന്നൊരു കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മൾ എന്തു ചെയ്യണം? ഈ കുട്ടിയെ ഞാൻ എവിടെ കയക്കും? നമ്പൂരിൻ്റെ അടുത്തേക്കും പണിക്കരത്തേക്കും അയക്കാൻ പറ്റുമോ? തങ്ങളെടുത്തേക്കും മുസ്ലിയാരത്തേക്കും അയക്കാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞു തരുമോ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ എ പി വരാണ്. അപ്പം ഇജ്ജ് ഇതിൻ്റെ ഒരാൾ തന്നെയാണില്ലേ, ഇജ്ജ് ചികിത്സിക്കുന്നുണ്ടില്ലേ, അപ്പം എന്നെ പറ്റി കേട്ട് ശരി തന്നെയാണില്ലേ, ഇജ്ജ് കാസറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടില്ലേ? അതാണോ മറുപടി? എവിടേക്ക് അയക്കുമെന്ന് പറഞ്ഞു തരുന്നു ടി പിയോട് ഞാൻ ചോദിച്ചു. ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. എന്നിട്ട് അത് വലിയ ഇഷ്യൂ ആക്കിയിട്ട് കൊണ്ടുനടക്കാണ്. ഇഫ്തുർ റഹ്മാൻ്റെ അടുത്തേക്ക് അയച്ചു. ഇഫ്തുർ റഹ്മാനെയും ഡോക്ടർ സുബൈറിനെയും ഒരേ രൂപത്തിലാണ് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഡോക്ടർ സുബൈറിൻ്റെ അടുത്തേക്ക് ചികിത്സിക്കാൻ വേണ്ടി ഡോക്ടർ സുബൈറിനെ കാറിൽ കൂട്ടിക്കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടയാക്കി. അതിനെപ്പറ്റി സംസാരിച്ച ആളാ അനസ് മൗലവി. അത് സുബൈർ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഒന്ന് കേൾപ്പിച്ചെടുക്കും. അസ്സലാമു അലൈക്കും. ഡോക്ടർ, ഇത് ഷിനോസ് ആണ്. ഞാൻ എടപ്പള്ളിയിലുള്ളതാണ്. സിറാജിന്റെ ഫ്രണ്ടാണ്, കാനഡയിലുള്ള. സാറ്, ഞാൻ വിളിച്ചതേ, ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആലുവയിലൊരു വിശദീകരണ യോഗം ഉണ്ടാക്കി അനമിന്റെ. അപ്പൊ അതില് അനസ് മൗലവി പറഞ്ഞായിരുന്നു, സക്കീർ സ്വലാഹിന്റെ അടുത്തേക്ക് സക്കീർ സ്വലാഹി ഒരാളെ മറ്റേ ഇഫ്തുർ റഹ്മാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചെന്ന് ചികിത്സിക്കാൻ വേണ്ടി. അപ്പൊ ഞാനിങ്ങനെ ഈ വിഷയം വേറെ ആൾ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ് അനസ് മൗലവി ഇതേപോലെ ഡോക്ടർ സുബൈറിന്റെ അടുത്തേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പൊ അയാളിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസം വന്നു. ഡോക്ടർ നേരിട്ട് വിളിച്ചു ചോദിക്കാൻ വേണ്ടി നമ്പർ മേടിച്ചാണ് ഇപ്പൊ. കുറച്ചാൾ മുമ്പ് അദ്ദേഹം താമസിക്കുന്നത് പിന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്. അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ കാറിൽ യാത്ര ചെയ്ത് അദ്ദേഹം തന്നെ തിരിച്ച് കാറിൽ കൊണ്ട് ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലേ? അപ്പൊ അന്ന് തന്നെ പുള്ളിയുടെ മുൻകാലങ്ങളിലെ പുള്ളി സീർ ചെയ്ത കാര്യവും പ്രേമിച്ച ആൾക്കാരെ ആടിന്റെ ഇലയിൽ സീർ ചെയ്തിട്ട് അവരുടെ കണക്ട് ചെയ്ത കാര്യം, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തത് ആണല്ലേ. അതൊക്കെ മറക്കാൻ കാര്യമില്ലല്ലോ. എന്റെ അടുത്തൊരു കാസറ്റ് ഉണ്ടായിരുന്നു, ഓഡിയോ കാസറ്റ്. അതിലൊരു അറബി പാട്ടും അതിന്റെ കൂടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്റെ അറബി പാട്ടിട്ടപ്പോ എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് വേറെ കാസറ്റ് റെക്കോർഡ് ചെയ്തിട്ട് ആ അറബി പാട്ടും പ്രസംഗം കൂടെയുള്ള കാസറ്റ് ഒക്കെ മൗലവിക്ക് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൗലവി ചോദിച്ചു നോക്ക്. ഇപ്പൊ മൗലവിക്ക് ഖുർആൻ ഓതാൻ അറിയാലോ, അങ്ങനെ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അതന്നെ, അങ്ങനെ വിശദീകരിച്ച് മനസ്സിലാക്കുന്ന വെച്ചാല് ഞാൻ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് വന്ന രോഗികളില് സുന്നികളായിട്ടുള്ളവർ വളരെ കുറവാണ്. കൂടുതലും മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട എന്നല്ല കുറച്ചൊക്കെ നേതൃത്വമുള്ള ആളുകളൊക്കെയാണ് പലരും എന്നെ സമീപിച്ചിട്ടുള്ളത്. ഞാൻ അന്നൊക്കെ ചിന്തിക്കാറുണ്ട്, ഇവർക്ക് ഒരുപക്ഷെ ഈ രീതി അറിയാത്തതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ നിഷേധിച്ചു നടന്നതാണല്ലോ. എന്നാൽ ഈ മൗലവിമാരൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇവർക്ക് ഖുർആൻ ഒതുക്കൂടെ, എന്നെ എന്തിനാ പ്രയാസപ്പെടുന്നത് ഞാനെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇഫ്തുർ റഹ്മാന്റെ കേസിൽ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന രോഗിനെ ഞാനും ഇഫ്തുർ റഹ്മാനും കൂടി ജിദ്ദയിൽ വെച്ച് ചികിത്സിച്ചിട്ടുണ്ട്. ആള് പെട്ടെന്ന് വയലന്റ് ആവും. അപ്പൊ അങ്ങനെ വയലന്റ് ആയപ്പോ അദ്ദേഹത്തിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോഴാണ് സെക്രട്ടറി എന്ത് ചെയ്തത്, അദ്ദേഹത്തെ ഇഫ്തുർ റഹ്മാൻ അടുത്തേക്ക് അയച്ചത്. വയലന്റ് ആയ ആളുകൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളത് പക്ഷെ അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവില്ലായിരിക്കും. ഓക്കെ ഓക്കെ, അതന്നെ. അപ്പൊ ഈ അനസ് മൗലവി ഇത് വിശദീകരിച്ചപ്പോ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്യേ, അല്ല അനസ് മൗലവി ഇനി നിഷേധിക്കുവാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു മാസം ഇനി നാട്ടിൽ വരുന്നുണ്ട്, മൗലവിയോട് ഞാൻ നേരിട്ട് സംസാരിക്കാം. അല്ലേ, നിങ്ങൾ സാക്ഷി വായിക്കൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതേപോലെ അനസ് മൗലവി പറഞ്ഞ ഒരു വിഷയം എന്ന് വെച്ചാല് സക്കീർ സ്വലാഹിക്ക് ഓതാൻ അറിയില്ല, സക്കീർ സ്വലാഹിനെ പോലത്തെ ഒരാൾ എന്തിനാണ് ഈ ഇഫ്തുർ റഹ്മാന്റെ അടുത്തേക്ക് അയക്കണം എന്ന് ചോദിച്ചത്? അതിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് വന്ന ആളുകളുടെ ലിസ്റ്റ് വന്നാൽ നിങ്ങൾ എത്തിപ്പോവല്ലോ. അവരുടെ കാര്യങ്ങൾക്ക് സമീപിച്ച ആളുകൾ. പക്ഷെ ഞാനൊരു
ഡോക്ടർ എന്ന നിലയിൽ നമ്മളെടുത്ത് വന്ന ആളുകളെ രഹസ്യങ്ങൾ അത് മതരംഗത്തല്ല ഭൗതികരംഗത്താണെങ്കിൽ പോലും നമ്മൾ പുറത്തു പറയാൻ പാടില്ലാണ്. അപ്പോ പിന്നെ അങ്ങനെ ഖുർആൻ ഓതുന്ന ആളുകൾ തന്നെയാണ്, എന്തിനേറെ ഖുർആൻ ഹിഫ്ളുള്ള ആളുകൾ വരെ നമ്മളെടുത്ത് ചികിത്സക്ക് വന്നിട്ടുണ്ട്. അത് എന്ന് വെച്ചാൽ ആ രീതി പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കുമെന്ന്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നിശ്ചയിച്ചു നടന്നാണല്ലോ. ഇപ്പോ ഷറിയാന്നൊക്കെ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞു തുടങ്ങിയിട്ട് അടുത്ത കാലത്തല്ലേ ആയിട്ടുള്ളൂ. അതെ, ഇപ്പൊ പിശാച് ബാധിക്കുന്നതിനെ വിശ്വസിച്ചു തുടങ്ങി അടുത്ത കാലത്തല്ലേ, സിഹറുണ്ടെന്ന് വിശ്വസിച്ചു തുടങ്ങി അടുത്ത കാലത്തല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടർ ഇനി ഇപ്പൊ അടുത്ത മാസം വരുമല്ലോ നാട്ടില്? ഇൻഷാല്ലാ ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരുന്നുണ്ട്. ഇൻഷാല്ലാ. അപ്പൊ കാണുന്നത് അതിന് അനസ്മാര് ഇത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിലേ ഞാൻ അദ്ദേഹം നേരത്തെ കണ്ട് ചോദിച്ചോളാം. ആയിക്കോട്ടെ, നിങ്ങളെ സാക്ഷിയായിട്ട് വിളിച്ചോളാം. ഇൻഷാല്ലാ. ഓക്കെ ഡോക്ടർ. അസ്സലാമു അലൈക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും. അനസ് മൗലവി എൻ്റെ അടുത്ത് വരികയും എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും കാറിൽ കൊണ്ടുപോവുകയും ഞങ്ങൾ റുഖ്യ നടത്താൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഖുർആൻ ഓതാൻ അറിയാത്തത് കൊണ്ടാണോ എന്നെ വിളിച്ചത്? അതുപോലെ ഒരുപാട് മുജാഹിദ് മൗലവിമാർ എന്നെ വിളിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഖുർആൻ ഓതാൻ അറിയാത്തതുകൊണ്ടാണോ? ഹാഫിളായ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാനതൊന്നും പറയുന്നില്ല. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് രോഗികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിയമം. അതനുസരിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ വേണ്ടി വന്നാൽ നമുക്ക് പറയാം എന്നാര് പറഞ്ഞിട്ടുണ്ട്? ഡോക്ടർ സുബൈർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അടുത്ത് നാട്ടിൽ വരികയായിരിക്കും, നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം. മാത്രമല്ല, ഈ കാര്യത്തിൽ ഡോക്ടർ സുബൈറിനെ പലപ്പോഴും പ്രോത്സാഹിപ്പിച്ച ആൾ, ഈ ജിന്ന് പിശാച് വിഷയം അദ്ദേഹം പൊതുവേദിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് പ്രോത്സാഹിപ്പിച്ച ആളാണ് യഥാർത്ഥത്തിൽ ആര്? അബ്ദുറഹ്മാൻ സലഫി എന്ന് സുബൈർ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, രണ്ട് വിഭാഗം, മടവൂർ വിഭാഗവും KNM-ഉമായിട്ട് പൗപ്പത്ത് പണ്ഡിതന്മാരിരിക്കട്ടെ, അവരെ മുമ്പിൽ വെച്ച് ഞാൻ ഈ വിഷയം സംസാരിക്കാം, എൻ്റെ തെറ്റവർ ചൂണ്ടിക്കാണിക്കട്ടെ എന്ന് സുബൈർ ഡോക്ടർ പറയുകയും, മടവൂർ വിഭാഗത്ത് നാളെ ക്ഷണിക്കാൻ ബഷീർ പട്ടേൽ താഴവും KNM-ന്റെ ഭാഗത്ത് നാളെ ക്ഷണിക്കാൻ ജമാൽ ചെറുവാടിയേറ്റു. ജമാൽ ചെറുവാടി നേരെ ചെന്ന് അബ്ദുറഹ്മാൻ സലഫിൻ്റെ അടുത്താണ്. അപ്പം അബ്ദുറഹ്മാൻ സലഫിയായിട്ട് സംസാരിച്ച് നോക്കുമ്പോൾ സുബൈർ ഡോക്ടറെക്കാളും മുമ്പിലാണ്. ജർമ്മനിയിൽ നിന്ന് ഫറൂഖിലെ ഒരു ഒമിയോ ഡോക്ടർക്ക് മരുന്ന് കിട്ടുന്ന വിവരമൊക്കെ അബ്ദുറഹ്മാൻ സലഫി ജമാൽ ചെറുവാടിനോട് സംസാരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ സുബൈർ ഡോക്ടറെക്കാൾ അപ്പുറത്താണെന്ന് മനസ്സിലാക്കിയെന്നാണ് അതിനെ സംബന്ധിച്ച് കേട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഡോക്ടർ സുബൈർ വന്നാൽ നമുക്ക് അദ്ദേഹത്തോട് നേരിൽ സംസാരിക്കാം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരട്ടെ നാട്ടിൽ, അനസ് മൗലവിയായിട്ട് കൂടിയിരുന്ന് നമുക്ക് സംസാരിക്കാമല്ലോ, ഞങ്ങൾ പോയ സ്ഥലങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ ഇതൊക്കെ വലിയ കുറ്റപത്രത്തിലെ കുറ്റമായി പറയുന്ന ഒരു സംഗതിയൊന്നല്ല. ഞാൻ ഏതോ ജ്യോത്സ്യൻ്റെ അടുത്തേക്കോ ഏതോ ഖുറാഫി മന്ത്രവാദിൻ്റെ അടുത്തേക്കോ ഏതോ പണിക്കരെടുത്തേക്കോ ആളയച്ച പോലെയാണ് ഈ മൂവർ സംഘം പ്രചരിപ്പിക്കുന്നത്. അതൊന്നും യഥാർത്ഥത്തിൽ ശരിയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും 23 നമ്പറുള്ളതും കൂടി പറയാൻ ഇന്ന് സമയം കിട്ടും തോന്നില്ല. കുറച്ചുകൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. 12ാമത്തേത്, KJUവിൻ്റെ ഈ തീരുമാനങ്ങൾ 6/7/2010 സർക്കുലറായി KNM അയച്ചു കൊടുത്തു. അത് ശരിയാണ്. പക്ഷേ ആ സർക്കുലർ വായിച്ചവരൊക്കെ പറഞ്ഞാൽ തെളിവൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. KJUവിൻ്റെ സർക്കുലർ എന്നൊക്കെ പറഞ്ഞാൽ തെളിവ് പറയും. പണ്ടൊക്കെ അങ്ങനെയാണ്, ഇന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറയാതെ ഇതൊരു തീരുമാനം മാത്രം, അതെല്ലാവരും അംഗീകരിച്ചു കൊള്ളണം. തെളിവൊന്നും ആ പോലും നോക്കിയിട്ടുണ്ടാവും, ഒന്നും നമ്മൾ നോക്കണ്ട. ഈ രീതി ഒരു മദ്ഹബായി മുജാഹിദ് പ്രസ്ഥാനത്തെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയമാണ്. KJUവിൻ്റെ സർക്കുലർ, അതും വിവാദം കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിലെ സർക്കുലർ ആകുമ്പോൾ ഒരു 5-10 പേജിലൊരു പുസ്തകമായാലെന്താ? ഇന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നതാണ് ശരി, ഇന്ന തെളിവ് ഇന്നത് ശരിയല്ല എന്ന് പറയുന്നതിന് പകരം മൊത്തത്തിൽ ഉള്ള ഒരു സർക്കുലർ അയച്ചിട്ട് അത് KNM യൂണിറ്റിൽ ഇടയലേഖനം വായിക്കും പോലെ വായിച്ചു കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. യോഗം വിളിക്കണം, വായിച്ചു കൊടുക്കണം. കണ്ടോ? എന്നിട്ട് ചില ആളുകളൊന്നും വായിച്ചില്ല എന്നൊക്കെ സലഫി വേറെ സ്ഥലത്ത് പരാതി പറയുന്നുണ്ട്. ചിലർ പൂഴ്ത്തി വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പൂഴ്ത്തിയൊക്കെ ഇവർക്ക് വായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ? അപ്പം ഞാൻ യൂണിറ്റ് സെക്രട്ടറി ആണെങ്കിൽ ഇത് വായിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ആളുകൾ പറയില്ല ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല, വെറുതെ പിന്നെ അത് വായിച്ചിട്ടൊരു പുതിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന നിലയ്ക്ക് ചില ആളുകൾ വായിക്കാതിരുന്നിട്ടുണ്ടാകും. ഏതായാലും ഫുർഖാനുൽ അലീം കത്തം തീർക്കണമായി അത് വായിച്ചേ മതിയാകൂ എന്നൊക്കെ നിർബന്ധം വെച്ചിട്ട് ഉണ്ടെങ്കിൽ ചില സ്ഥലത്തൊക്കെ അത് വായിച്ചിട്ടുണ്ട്, ചില സ്ഥലത്ത് വായിച്ചിട്ടില്ല. ഇരിക്കട്ടെ. 13, KNM ദഅ്വാ വകുപ്പ് യോഗത്തിൽ KK സക്കരിയ സലാഹി ഇതിൽ ചർച്ച നടന്നിട്ടില്ലെന്നും ഇരു പ്രബന്ധം അവതരിപ്പിച്ചവർക്കും ഒരേ വീക്ഷണമാണെന്നും അനവസരത്തിൽ വാദിച്ചു. അങ്ങനെ അനസും ഹനീഫയും ചർച്ച വേണമെന്ന് കത്തുകൊടുത്തു. വാസ്തവത്തിൽ അനവസരത്തിൽ വാദിച്ചു എന്നത് സലഫിയുടെ വകയാണ്. അവസരത്തിൽ തന്നെ വാദിച്ചത്. KNM ദഅ്വാ വകുപ്പ് മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗ് വിളിച്ച് എന്തിനാ? ഓരോ പ്രഭാഷകരെ പറ്റിയും പലതരം ആക്ഷേപങ്ങളും ജനങ്ങൾക്കുണ്ട്. അതാ പ്രഭാഷകരോട് തന്നെ നേരിട്ട് പറഞ്ഞ് തിരുത്തണം. അങ്ങനെ മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ച് കുറേ ആക്ഷേപങ്ങൾ കുറേ ആളുകൾ പറഞ്ഞു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞു.
അപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ പറപ്പൂരിമാൻ അവിടെ നിൽക്ക്, എന്നെക്കുറിച്ച് പല നട്ടം പലതും പറഞ്ഞതാ, ഇതൊന്ന് തീരുമാനാക്കണം, ഇത് തിരുവനന്തപുരം മെമ്പറിൽ വെച്ച് അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ എന്ന് പറഞ്ഞ് അങ്ങനെ അത് ബാലുശ്ശേരി അതിന് വളരെ നല്ല നിലക്ക് മറുപടി പറഞ്ഞു. അത് അവസാനിച്ചു. അപ്പം ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ എന്നെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു. എന്നെക്കുറിച്ച് ഞാൻ ജിന്നു ശൈത്താനും പറഞ്ഞെടുക്കാന്നാണ്, ഇതാ എൻ്റെ പേരിൽ നടപടി എടുത്തില്ലേ. അപ്പോൾ ആ നടപടി 2009 എടുത്ത നടപടിയെക്കുറിച്ച് ഞാനിങ്ങനെ വിഷമത്തോടു കൂടി പറയാണ്. ആ സമയത്താണ് AP കയറി വരുന്നത്. അപ്പം ഞാനത് നിർത്തിയില്ല, ഞാൻ ആ പറയുന്നത് അങ്ങനെ തുടർന്നു. അപ്പോൾ AP അത് വലിയ വിഷമമായി. ഹനീഫ പറയുന്നത് AP കുറ്റപ്പെടുത്തിക്കൊണ്ട് സക്കരിയ സലാഹി സംസാരിച്ചു എന്നാണ്. ഞാൻ AP കുറ്റപ്പെടുത്തി സംസാരിച്ചല്ല, എനിക്കുണ്ടായ അനുഭവം, എനിക്ക് 2009 നടപടിയിലുണ്ടായ വിഷമം, പത്രങ്ങളിൽ കൊടുത്ത് എന്നെ അപമാനിച്ചതിലുള്ള വിഷമം ഞാൻ പറയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുവരെയും പണ്ഡിതോചിതമായൊരു ചർച്ച അതിൽ നടന്നിട്ടില്ല. അത് ശരിയല്ലേ? എന്നിട്ട് അപ്പം അനസും ഹനീഫയും കത്ത് കൊടുത്തു എന്നാണ് ചർച്ച വളർന്നിട്ട്. അപ്പം ഞാൻ ആ കത്ത് കൊടുത്തത് അറിയില്ല. പക്ഷെ അനസ് മൗലവി ഇപ്പം പറഞ്ഞ അയാൾക്കറിയാലോ കത്ത് കൊടുത്തു എന്നാ. എങ്ങനെ അറിയുന്നു? ഞാനറിയോ? ഇവർ കുസു എന്നും പറഞ്ഞിട്ട് അബ്ദുറഹ്മാൻ സലഫി ഉള്ളിൽ കൂടി കൊടുപ്പിച്ചതായിരിക്കാം. ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞിട്ടില്ല, ഇവർ ചർച്ച ചെയ്യാൻ വേണ്ടി കത്ത് കൊടുത്തു. അപ്പം അനവസരത്തിലല്ല, KNM-ന്റെ ദഅവാ വകുപ്പ് മീറ്റിങ്ങിലാണ് പറഞ്ഞത്. അത് അവസരം തന്നെയല്ലേ? പ്രബോധകന്മാരെക്കുറിച്ചുള്ള ചർച്ച വന്നപ്പോൾ പ്രബോധകന്മാരെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപം വരുന്നതിനൊക്കെ ഒരു കാരണം നമ്മളിതൊക്കെ ഇൽമിയായ നിലയ്ക്ക് ചർച്ച ചെയ്ത് തീർക്കാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് അനവസരത്തിലുള്ളതാണോ? അവസരത്തിലുള്ളത് തന്നെയാണ്. പിന്നെ പ്രബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ AP അവരോട് പറഞ്ഞതിന് മറ്റു പ്രബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ വിളിച്ചപ്പോൾ നിങ്ങൾ പ്രബന്ധമൊക്കെ അവിടെ വെച്ചലി, പ്രബന്ധമൊക്കെ രണ്ടും എനിക്കറിയാം, നമുക്ക് വിഷയം പറയാം. അപ്പോൾ 2 പ്രബന്ധമൊക്കെ ഏതാണ്ട് ഒരേ ടോണിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രബന്ധത്തെക്കാൾ കൂടുതലായി അതിലെന്താ ഉള്ളത്? അതിൽ കുറച്ച് ചികിത്സനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചികിത്സനെ പറ്റി പറഞ്ഞിട്ടില്ല. ചികിത്സ, ഇങ്ങനെ ഒരു ചികിത്സ ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ ജമിയത്തുൽ ഉലമ പിന്നീട് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് എൻ്റെ പ്രബന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടോ ആ ചർച്ചയെ പറ്റിയാണ് പിന്നെ പറഞ്ഞങ്ങനെ ചർച്ച നടന്നു. ഈ ചർച്ചയിൽ എന്താ ഉണ്ടായതെന്നറിയോ? ചർച്ച എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ചർച്ച ഉണ്ട്. അപ്പോൾ പിന്നെ അവർ 4 ആളുണ്ട് പ്രബന്ധത്തിൻ്റെ ആളുകൾ, നിങ്ങളും ഒരു 2-3 ആളെ വിളിച്ചോളി. അപ്പോൾ ഞാൻ മദനിയോട് ചോദിച്ചു, ഇതെന്താ സംവാദത്തെയാണോ? അല്ല, അങ്ങനെയല്ല, ഒരു 2 കൂട്ടർ ചർച്ചയാകുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ ആരും ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അല്ല, ഞങ്ങൾ തമ്മിൽ സംവാദം നടത്തിക്കാനാണ് ഇപ്പോൾ നിങ്ങളുടെ പരിപാടി. അത് നമ്മൾ തമ്മിലുള്ള പിന്നെ ബന്ധം വഷളാകാനേ ഉപകരിക്കുള്ളൂ. അത് വേണ്ടിട്ടോ മദനി എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ സംവാദം ഇല്ലാന്ന് നമ്മൾ മനസ്സിലാക്കി. മാത്രമല്ല, എന്താ വിഷയം എന്ന് ചോദിച്ചു. വിഷയം ജിന്ന്. ഞാൻ പറഞ്ഞു, മദനി അങ്ങനെ ഒരു വിഷയമുണ്ട്, ജിന്ന് എന്നുള്ള വിഷയമുണ്ടോ? അതൊരു വലിയ വിഷയമല്ല, അതിൻ്റെ നമ്മളെ ദൗറയാണല്ലോ. ദൗറയിൽ നമ്മൾ ഓരോ ഭാഗം പാർട്ടായിട്ട് എടുത്ത് ചർച്ച ചെയ്യലല്ലേ പതിവ്. അതിൻ്റെ ഏത് ഭാഗമാണ് മൂപ്പര് പറഞ്ഞില്ല. ജിന്ന്. അങ്ങനെ അടുത്ത് ഒരു ഫത്വ ബോർഡിൻ്റെ മീറ്റിംഗ് ഉണ്ടായപ്പോഴും ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾ അന്ന് പറഞ്ഞു ജിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ അംസബാഖവി ചോദിച്ചു, എന്താ മദനി നിങ്ങൾ ജിന്ന് പറഞ്ഞ്? ജിന്നിൻ്റെ വുജൂദാണോ? അത് ജിന്ന് ഉണ്ടോ ഇല്ലേ എന്നാണോ? ജിന്നിൻ്റെ തസറുഫാത്താണോ? തസറുഫാത്താണ് ജിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യൂല അതാണോ? എന്താ നിങ്ങൾ ഈ ജിന്ന് എന്ന് പറയണമെന്ന് അംസബാഖവി ചോദിച്ചു. മൂപ്പർക്ക് അന്ന് കുതന്ത്രം പിടികിട്ടിയിട്ടില്ല. പിടികിട്ടിയ ആളാണ്, ഇപ്പോൾ ഇവരെല്ലാം കുതന്ത്രത്തിൻ്റെ ആളാണ്. അങ്ങനെ ജിന്ന് എന്ന് മാത്രം എന്നോട് പറഞ്ഞു. അങ്ങനെ അന്ന് അതിൻ്റെ തലേന്ന് നമ്മൾ പിന്നെ അന്ന് രാവിലെ തലേന്ന് ചോദിച്ചപ്പോഴും അതെന്നെ പറഞ്ഞു. തലേന്ന് പറപ്പൂരിനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒന്നുമില്ല, സാധാരണ ദൗറയിൽ ഉണ്ടാകുന്നൊരു ചർച്ചയുള്ളൂ, CD ടവറിലേക്കാണ് വിളിച്ചത് എന്നും പറഞ്ഞു. സാധാരണ ദൗറ വിളിക്കൽ പൊളിക്കലാണ്. കാരണം ലൈബ്രറിയിലുള്ളടത്താണ് ഒരു വിഷയം പറയാൻ തെളിവ് നോക്കുക, അത് ഫോട്ടോകോപ്പി എടുക്കുക, അങ്ങനെയാണ് എൻ്റെ പതിവ്. ഒരാളൊരു കിതാബ് എടുക്കുക, മറ്റേ ഒരു വിഷയം 5 ആളുണ്ട് 5 കിതാബ് എടുക്കുക, എന്നിട്ട് അതിലെ വിഷയങ്ങൾ ഓരോരുത്തരും പറയാം. അങ്ങനെയൊക്കെയാണ് നമ്മളെ ചർച്ച. ഇതൊരു കിതാബും കിട്ടാത്ത CD ടവറിലാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചർച്ചൻ്റെ സമയത്ത് രാവിലെ ഫൈസൽ മുസ്ലിയാർ ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ചർച്ചൻ്റെ കോലം? ഒന്നുമില്ല, സാധാരണ നമ്മളെ ദൗറ പോലത്തെ ഒരു ദൗറ. കുറച്ച് കഴിഞ്ഞിട്ട് മദനിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആദ്യം ഹനീഫ വിഷയം അവതരിപ്പിച്ചോട്ടല്ലേ. ആര് വിഷയം അവതരിപ്പിച്ചാന്ന് ആയിക്കോട്ടെ. അല്ല, ചർച്ച വേണമെന്ന് പറഞ്ഞത് ഹനീഫ ആയതുകൊണ്ട് അങ്ങനെ പറയാണ്, ആയിക്കോട്ടെ, ആര് വിഷയം അവതരിപ്പിച്ചാൽ. അപ്പോൾ സാധാരണ ദൗറയിൽ ആര് വിഷയം അവതരിപ്പിച്ചാലെന്താ? പക്ഷേ നേരെ വന്നിട്ട് TP പറയാണ്, ആദ്യമായി ഹനീഫ് കായക്കൊടി 30 മിനിറ്റ്, പിന്നെ സക്കരിയ സലാഹി 30 മിനിറ്റ്, പിന്നെ 2 പേർക്ക് 20 മിനിറ്റ് വീതം, പിന്നെ 10 മിനിറ്റ്, പിന്നെ 5 മിനിറ്റ്. ഞാൻ ഞെട്ടിപ്പോയി. സംവാദമാണെങ്കിൽ ഒരു കക്ഷി ഞാനല്ലേ, എന്നോട് കൂടി ചോദിക്കണ്ടേ വ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ? ഞാൻ സംവാദം അറിഞ്ഞിട്ടില്ല. മാത്രമല്ല റുഖിയ ശർഈയാണ് വിഷയം എന്നും പറഞ്ഞു. കണ്ടോ, ജിന്നല്ല വിഷയം, റുഖിയ ശർഈയാണ്. ഇപ്പം അനസ് മൗലവി പറഞ്ഞു നടക്കുന്നത് പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച പിന്നെ പറയേണ്ടതുണ്ടോന്നാ. എൻ്റെ പ്രബന്ധത്തിൽ റുഖിയ ശർഈയെ ചർച്ച ചെയ്തിട്ടേ അല്ല. ഇങ്ങനൊരു ചികിത്സാരീതി ഉണ്ടെന്ന് ജമിയത്തുൽ ഉലമ അംഗീകരിച്ചാൽ അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പിന്നീട് കൂടിയിരുന്ന് ചർച്ച ചെയ്യേണ്ടതാണെന്ന് പ്രത്യേക ശ്രദ്ധയ്ക്ക് എഴുതിയിരിക്കുക ഞാൻ. അപ്പം എൻ്റെ പ്രബന്ധത്തിൽ ആ വിഷയമല്ല. കണ്ടോ,
അപ്പോൾ റുഖിയ ശർഈയാണ് വിഷയം എന്ന് ഹനീഫ് കായക്കൊടിയോട് ഒരു മാസം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂപ്പരിങ്ങനെ വാദപ്രതിവാദത്തിന് വിഷയം അവതരിപ്പിക്കുന്ന പുസ്തകങ്ങളും ഫത്വകളും അതിൻ്റെയൊക്കെ അടയാളമൊക്കെ വെച്ച് ഒരു കെട്ട് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഭംഗിയായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. എൻ്റെ എന്തുണ്ടോ ജിന്നിനെ പറ്റി ചർച്ച, അപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാവരും ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം കയറിയിട്ട് പറഞ്ഞു, മദനി നിങ്ങൾ ചെയ്തത് വഞ്ചനയാണ്, നിങ്ങൾ എന്നോട് കാണിച്ച വഞ്ചനയാണിത്. കാരണം ഞാൻ നിങ്ങളോട് പലവട്ടം വിളിച്ചു വെച്ച് എന്താണ് വിഷയം, ജിന്ന് എന്ന് മാത്രം പറഞ്ഞ് നിങ്ങൾ രക്ഷപ്പെട്ടു. ജിന്നിൻ്റെ തസറുഫാത്താണ് വുജൂദാണെന്ന് ഫത്വ ബോർഡിൽ പോലും ചോദിച്ചില്ലേ, നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ ഹനീഫ് കായക്കൊടിയോട് വിഷയം പറഞ്ഞു റുഖിയ ശർഈയാണ്, സംവാദമാണ് എന്ന് പറഞ്ഞു. എന്നോട് സംവാദമാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ അല്ല എന്നല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഞാൻ സക്കരിയാനെ വിളിച്ചിരുന്നു, അപ്പോൾ കിട്ടിയില്ല. പിന്നെ ഒരിക്കൽ കിട്ടിയപ്പോൾ നിങ്ങൾ ട്രെയിനിലായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഒഴികഴിവ് പറയുക ചെയ്തത്. പക്ഷേ ഇപ്പം അനസ് പറയുന്നു വഞ്ചന എന്ന് പറഞ്ഞ് തെറ്റാണ്, പരമാവധി അത്രത്തോളം അവസരം കൊടുക്കുക ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അദ്രഹ്മാൻ സലഫി ന്യായീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം തന്നെ കയറിയപ്പോൾ ഇത് പറഞ്ഞതിന് പുറമെ ഞാൻ പറഞ്ഞു, ഞാനും ഹനീഫ് കായക്കൊടിയും വാദപ്രതിവാദം നടത്തി ഞങ്ങളെ വാഗ്വൈഭവം നോക്കി തീരുമാനിക്കേണ്ട വിഷയമാണോ സുഹൃത്തുക്കളെ ഇത്? 2002 മുതൽ നമ്മളുടെ ചർച്ചയുള്ള വിഷയം അത് മാത്രമല്ല. ഇവിടെ ഇരിക്കുന്ന ജമിയത്തുകളുടെ മെമ്പർമാരൊക്കെ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് അതിൻ്റെ വാഗ്വൈഭവം നോക്കി തീരുമാനമെടുക്കേണ്ടവരാണോ? നിങ്ങൾ ഇന്ന് തീരുമാനിച്ചോളൂ റുഖിയ ശർഈയെ പറ്റി ചർച്ച എന്ന് ഞങ്ങളുടെ 2 കൂട്ടരുടെയും പ്രബന്ധം ഇവിടെ ഇരിക്കുന്ന ജമിയത്തിലെ മെമ്പർമാർക്കൊക്കെ കൊടുക്ക്, എന്നിട്ട് ഡേറ്റ് നിശ്ചയിക്ക്, എന്നിട്ട് ചർച്ച വെക്ക്. ഞങ്ങൾ രണ്ടാളും മാത്രം, ഇവരൊക്കെ അഭിപ്രായം പറയട്ടെ, ഞങ്ങൾക്ക് രണ്ടാൾക്കും വിശേഷം, ഞങ്ങൾ പ്രബന്ധം കൊടുത്തു എന്നല്ല, ഞങ്ങൾക്ക് ഇതിന് വല്ല വിശേഷമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും സ്വീകരിച്ചില്ല. അങ്ങനെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, പലപ്പോഴും പല വിഷയങ്ങൾ ഞാൻ റുഖിയ ശർഈയ എന്ന് പറയുമ്പോൾ സാധാരണ ആയത്തോ ഹദീസോ പ്രസംഗിക്കലല്ല, അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ഫത്വകൾ, സലഫി ലോകം എടുത്ത നിലപാടുകൾ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികച്ചും പുതിയൊരു വിഷയമാണത്. അതുകൊണ്ട് അതിനെ ഒരുങ്ങാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല, കാരണം ഞാൻ ആ വിഷയമാണെന്ന് അറിയില്ല. പിന്നെ ഒരു മുസ്ലിയാർക്ക് മറുപടി പറയുന്ന രൂപത്തിലായിരുന്നു എൻ്റെ സഹോദരൻ ഹനീഫ് എനിക്കതിന് സംസാരിച്ചത്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഹനീഫുക്കും വിഷമമായി. തൊട്ടടുത്ത അവസരത്തിൽ മൂപ്പര് പറഞ്ഞു സക്കരിയ സലാഹിക്ക് വിഷയം കൊടുക്കേണ്ടതായിരുന്നു, നേരത്തെ കൊടുക്കാത്തത് ശരിയായില്ല എന്ന നിലക്ക് മൂപ്പര് സംസാരിച്ചു. പിന്നെ മൂപ്പര് ശൈലിയിൽ തന്നെ മാറ്റം വന്നു, എന്നെ ആക്രമിക്കുന്ന ശൈലിയിൽ നിന്ന് മാറി. അങ്ങനെ ആ ചർച്ച അവസാനിച്ചു. പിന്നെ പലരും അഭിപ്രായം പറഞ്ഞു, അബ്ദുല്ല കസുല്ലി പറഞ്ഞു ഇങ്ങനെ ഈ പ്രബന്ധമൊക്കെ ഞങ്ങൾക്കൊക്കെ തന്നൂടെ, ഞങ്ങളൊക്കെ ഇതൊന്ന് കേൾക്കട്ടെ വായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും ആ പ്രബന്ധം ജമിയത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാർ പോലും ഞങ്ങളെ പ്രബന്ധം കണ്ടിട്ടില്ല, ഈ ജൂറിയിൽപ്പെട്ട 4 ആളല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ ഇത് പൂഴ്ത്തി വെക്കേണ്ട കാര്യം? എന്താ ഇവർക്ക് ചർച്ചക്കൊരു പേടി? ഒരു സുതാര്യമായ ചർച്ച എല്ലാ പ്രബന്ധം എല്ലാ ജമിയത്തിലെ മെമ്പർമാർക്കും കൊടുത്ത് ജമിയത്തിൻ്റെ കൗൺസിലിൽ പാർട്ടായിട്ട് ചർച്ച ചെയ്താൽ എന്ത് പോരാണ്ട്? ഇതൊരു ഇസ്ലാമിക വിഷയമല്ലേ? ഇവിടെ കേരളത്തിൽ മാത്രം ഇതൊരു കീറാമുട്ടി. ലോകത്തുടനീളം സലഫി പ്രസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ പഠിക്കുകയും നിലപാടെടുക്കുകയും ചെയ്തിട്ടില്ലേ? ഇവർക്ക് മാത്രം എന്താ ഒരു കീറാമുട്ടിയായി? ഇത് ഉള്ളത് സ്വീകരിക്കാൻ, പ്രമാണങ്ങളിലുള്ളത് ഉൾക്കൊള്ളുവാൻ പലർക്കും മനസ്സില്ല. അതാണ് വിഷയം. അവരുടെ അഖലാനിയത്ത്, പ്രമാണങ്ങളെക്കാളേറെ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്ന അഖലാനീയ ചിന്താഗതിയുള്ള പലരിതിലുണ്ട്. അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് വിഷയം. വാസ്തവത്തിൽ ഇപ്പോഴുള്ള വിഷയം അത് തന്നെയാണ്. പക്ഷെ അത് ജനങ്ങളോട് പറഞ്ഞാൽ അത് ഹദീസുള്ളതല്ലേ, നിങ്ങൾ എന്തിനാ അവരെ വിമർശിക്കുന്ന ആളുകൾ ചോദിക്കൂലേ? അതിനാണ് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ചാടിയിട്ടുള്ളത്. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് വിഷയം? അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, അന്നു നടന്ന ചർച്ച അതായിരുന്നു. എന്നിട്ട് ചർച്ചയുടെ അവസാനം TP പറയാ സക്കരിയ സലാഹിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, ഒന്നുമില്ല എന്നിപ്പോൾ മനസ്സിലായി. ചതിച്ചിട്ട് കള്ളത്തരത്തിൽ അയാളോട് മാത്രം വിഷയം പറഞ്ഞ് അയാളോട് സംവാദം എന്ന് പറഞ്ഞിട്ട് എന്നോട് അറിയിക്കാതെ എന്നെ വാദപ്രതിവാദത്തിന് ക്ഷണിക്കുക. എന്നിട്ട് സക്കരിയാൻ്റെയൊക്കെ ഒന്നും ഇല്ലയെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മൾ ജമിയത്തെടുത്ത തീരുമാനം തന്നെയാണ് ശരിയെന്ന് ഈ യോഗം തെളിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ആ തീരുമാനവുമായി മുന്നോട്ട് പോകണം. കുതന്ത്രത്തിന്റെ ഉസ്താദുമാരാണ് നിങ്ങൾ. ഇതാണോ ഒരു ഇസ്ലാമിക സംഘടനയുടെ രീതി? ഇതാണോ? ഞാൻ വേദന കൊണ്ട് പറയാണ് സുഹൃത്തുക്കളെ, ഇതൊന്നും പറയണമെന്ന് വിചാരിച്ചതല്ല. അനസ് മൗലവി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് പറയാം.